എവിടെ എവിടെ വീട് എവിടെയായിരുന്നു? എൻ്റെ വീട് ചൂരമലയായിരുന്നു. ചൂരമലയിൽ എവിടെ? ചൂരമല സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു. സ്കൂളിന് തൊട്ടടുത്ത്. വീടോ? വീട് പോയി. വീട് പോയോ? ഭാര്യയും മോളും പോയിക്കണ്. വൈഫിൻ്റെ പേര്? വൈഫിൻ്റെ പേര് അപ്സിയ, മോളെ പേര് മിൻഹ ഫാത്തിമ. നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്? ഞാൻ കോഴിക്കോടായിരുന്നു. പുറത്ത് ജോലിയായിരുന്നു. അപ്പോൾ ഇവിടെ വൈഫും മക്കളുമാണ്. മോന് ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ രണ്ടാൾ മാത്രം ഇപ്പോൾ ബാക്കി അയക്കണ്. ചെന്നൈയിലുള്ള മോനും കോഴിക്കോടുള്ള നിങ്ങൾ മാത്രം ബാക്കി. വിവരം നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? ഈ വിവരം അറിയുന്നത് പുലർച്ചയ്ക്ക് അറിയുന്നത്. പുഴയുടെ തീരത്തായിരുന്നു വീട്? പുഴേൻ്റെ അല്ല, സ്കൂളിൻ്റെ തൊട്ടടുത്ത്. സ്കൂളിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ആ വീട് ഒന്നുമില്ല അവിടെ, അടയാളം വരെ ഇല്ല. നിങ്ങൾക്ക് അറിയുമായിരിക്കും. വില്ലേജ് ഓഫീസർ നിങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ആ ഭക്ഷണ സാധനം കൊണ്ട് വെച്ചത് എൻ്റെ വീട്ടിലായിരുന്നു. ആണോ? തലേന്നോ? ക്യാമ്പിലേക്കുള്ള ഭക്ഷണ സാധനം കൊണ്ട് വെച്ചത്. തലേന്ന് എത്ര പേരുണ്ടായിരുന്നു ക്യാമ്പിൽ? ഏകദേശം 15 പേര്. അതായത് ഈ അപകടം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ വെള്ളാർമല സ്കൂളിൽ അല്ലേ, വെള്ളാർമല സ്കൂളിൽ ക്യാമ്പായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. 15 ആളുണ്ടായിരുന്നു. എൻ്റെ വൈഫിനോടാണ് അവർക്കുള്ള ഭക്ഷണം വെച്ച് കൊടുക്കാൻ പറഞ്ഞ് സാധനം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാണ്. വൈഫാണോ വെച്ച് കൊടുത്തത് അവർക്ക്? അല്ല, ഭക്ഷണം വെക്കാൻ വേണ്ടി സാധനം കൊണ്ടേ വെച്ചത്. ഇത് സംഭവിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുന്നേ. എന്നിട്ട് പക്ഷേ ആ ഭക്ഷണം ഉപയോഗപ്പെട്ടില്ല. എല്ലാം പോയി. എൻ്റെ ഭാര്യയും മോളും പോയി കഴിഞ്ഞാൽ പിന്നെ വില്ലേജ് ഓഫീസർ കൊണ്ടുവച്ചതായിരുന്നു. അവർ പറഞ്ഞിട്ട് അവരോട് ഭാര്യയോട് വന്ന് പറഞ്ഞു. ഞാൻ വഴിയിട്ട് അവിടെ നിന്ന് പുറത്തു പോയി. പിന്നെ എനിക്കൊരു സംശയം കുടുങ്ങിപ്പോയി. അവിടെ പൊട്ട് വരുന്നുള്ള ഒരു ഇതുണ്ട്. പുഴയൊക്കെ കലങ്ങിപ്പോയി. പുഴേൻ്റെ തൊട്ടടുത്ത ഞാൻ അങ്ങനെ പോയി. ആ ചുറ്റുപാടുള്ളവരോടത്തൊക്കെ ഞാൻ വിളിച്ചു. എല്ലാവരും വരി, നമുക്ക് പോവാ, എന്തോ പുഴ മാറി വരുന്നുണ്ട്, കലക്ക് വരും. എപ്പോഴാ? വൈകുന്നേരം 6 മണിയാകുമ്പോൾ. വൈകുന്നേരം 6 മണി. അപ്പം നല്ല മഴയാ. നല്ല മഴ. അപ്പോൾ പുഴയിൽ നിന്ന് ഇങ്ങനെ കലക്ക് വെള്ളം വരുന്നുണ്ട്, ചെളിയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തുള്ളവരത്തൊക്കെ പോവാം നമുക്ക്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ പേടിച്ച് എവിടേക്കാണ് പോണേ, ഞങ്ങൾ ഈ ടെറസിൻ്റെ മുകളിൽ കയറിക്കോളാം. അപ്പം ഞാൻ പറഞ്ഞു അപ്പോഴും ആൾക്കാർ കരുതുന്നത് ഒരു ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നില്ല അല്ലേ? അപ്പോൾ ഞാൻ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു വെള്ളപ്പൊക്കം വരും എന്ന് പേടിച്ചു. ഭാര്യയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് പോവാം. അപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നാൽ പോരെ, എന്തിനാ പോകണ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അവിടെ നിന്നോ, ഞാൻ പോവുകയാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി ഇങ്ങോട്ട് കോലായിലേക്ക് വന്നു. കോലായിലേക്ക് വന്നപ്പോൾ ഭാര്യ പിന്നെ മാറ്റി വന്നു. പിന്നെ ഞങ്ങൾ പോയി. പക്ഷേ ഒരു സാധനം എടുത്തില്ല വീട്ടിൽ നിന്ന്. 15 ഭാഗം പണ്ടുണ്ട്. മരുമോളത് കല്യാണം കഴിഞ്ഞിട്ട് ആകെ 4-5 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതും പോയി. കുറച്ച് പൈസ ഉണ്ടായി. വീട് ഇല്ല അവിടെ, ഇല്ല. ഇയാള് മുന്നിൽ കുറച്ച് താഴത്ത് ഞാൻ വൈകിട്ട് വന്നിട്ട് ഒരു 10 ദിവസം മുന്നേ വന്നു പോയതാണ്. അവസാനം വൈഫ് വിളിക്കുന്ന സമയത്ത് മഴയുണ്ടെന്ന് പറഞ്ഞിരുന്നു. മഴ ഉണ്ടായിരുന്നു. ഇങ്ങനെ വില്ലേജ് ഓഫീസർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞാണ് ഫോൺ വെക്കുന്നത്. അപ്പോൾ സാഹചര്യം ആണെങ്കിൽ അവിടുന്ന് അവർ മാറണം എന്നുള്ളത് പറയേണ്ട ഒരു നിർബന്ധം ഇവർ അതിന് മുന്നറിയിപ്പ് വന്നിട്ടില്ല ഇതുവരെ. അതുവരെ അവിടെ മുന്നറിയിപ്പോ കാര്യങ്ങളോ വില്ലേജ് ഓഫീസർക്ക് എത്തിയിട്ടില്ല, റിപ്പോർട്ട് എത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസറെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. അവർക്കൊരു റിപ്പോർട്ടും വന്നിട്ടില്ല ഈ സമയം വരെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് സാധനം വെച്ച് കൊടുക്കാനുള്ള സാധനം അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നിങ്ങൾക്ക് നാളെ പോയി നോക്കിയാൽ കാണാം. അവിടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് 3ാമത്തെ വീട് എൻ്റെ വീടായിരുന്നു. അവിടെ വെറും തരയും കുറച്ച് ഇത് മാത്രമേ ഉണ്ടാവൂ. അവിടെ എത്ര സെന്റ് ഉണ്ടായിരുന്നു സ്ഥലം? കുറഞ്ഞ വാടകയ്ക്കായിരുന്നു. അവിടെ നിങ്ങൾക്ക് നിങ്ങളും മാത്രമായി. ഞാനും. നിങ്ങൾ എവിടെയായിരുന്നു? ചൂരമല തന്നെയാണ്.